ഹലോ ട്രേഡേഴ്സ്, ഗുഡ് ഈവനിങ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം ഗോൾഡിൻ്റെ അപ്ഡേറ്റ് ആയിരുന്നു. കാരണം നമ്മൾ ഇന്നലെ മാർക്കറ്റ് അനലൈസ് ചെയ്ത് ടെക്നിക്കലി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ഒരു 2730 എന്ന് പറയുന്ന പർട്ടിക്കുലർ ഏരിയ ഒരു ബൈയിങ് ഏരിയ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടായി. പക്ഷേ കഴിഞ്ഞ ദിവസം മാർക്കറ്റ് താഴത്തോട്ട് വന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ മാർക്കറ്റ് കണ്ടീഷൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് എക്സാക്ട്ലി റീച്ച് ചെയ്തത് 273536 ഏരിയയാണ് നമുക്ക് ഇന്നലെ മാർക്കറ്റ് റീച്ച് ചെയ്തത്. അതിനുശേഷം മാർക്കറ്റ് അഗെയിൻ പമ്പ് ചെയ്യായിരുന്നു. പക്ഷേ നമ്മൾ എന്ത് ചെയ്ത് ഇന്നലെ ഒരു ബൈ എടുത്തിട്ടുണ്ടായി. നമ്മൾ കമ്മ്യൂണിറ്റിയിൽ കഴിഞ്ഞ ദിവസം ഷെയർ ചെയ്തിട്ടുണ്ടായി. ഐ തിങ്ക് എല്ലാവരും അത് ക്യാച്ച് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. സോ ഇങ്ങനെ ഇന്നലെ എല്ലാവരും ബൈ എടുത്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പ്രോഫിറ്റിലായിരിക്കും. നമ്മൾ തന്നെ അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് മീറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു 1:3 ഇത് ബൗല് മാർക്കറ്റ് ഇപ്പോൾ കറൻ്റ് റണ്ണിങ് ഉണ്ട്. ഇപ്പോഴും മാർക്കറ്റ് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ആ ഒരു കണ്ടീഷൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ബൈ വോളിയം തന്നെയായിരുന്നു മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തത്. ജസ്റ്റ് ആ ന്യൂസിന് ശേഷം, അതായത് ട്രംപിൻ്റെ സ്പീച്ചിന് ശേഷവും മാർക്കറ്റ് നല്ല രീതിയിലൊന്ന് റിയാക്ഷൻ കൊടുത്തായിരുന്നു. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പിൽ നല്ലൊരു വോൾട്ടൈലിറ്റി എക്സ്പെക്റ്റ് ചെയ്യാം ട്രംപിൻ്റെ ന്യൂസിന് ശേഷം, അല്ലെങ്കിൽ ആ ഒരു സ്പീക്കിന് ശേഷം നല്ലൊരു വോൾട്ടൈലിറ്റി എക്സ്പെക്റ്റ് ചെയ്യാറുണ്ടായി. അതേപോലെ തന്നെ കറക്റ്റ് നല്ലൊരു വോളിയം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഏഷ്യൻ മാർക്കറ്റിനാണെന്നുണ്ടെങ്കിലും മാർക്കറ്റ് നല്ല രീതിയിൽ പമ്പ് ചെയ്ത് കയറി. നമ്മൾ ആക്ച്വലി ഈ ഒരു പർട്ടിക്കുലർ മൊമെൻറ്റത്തിന് ശേഷം ഈ ഒരു ബൈയും പ്രഷർ കണ്ടപ്പോൾ നമ്മൾ ബൈ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ നേരെ നമ്മൾ എൻട്രി നമ്മൾ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ബൈ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായി. അതിനുശേഷം നമ്മൾ പറഞ്ഞത് ഈ ഒരു ബ്രേക്ക് ഔട്ട് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇവിടെ നിന്ന് ഒരു ബൈ എടുത്തിട്ടുണ്ടായി നമ്മൾ. അതിനുശേഷം ഈ ബ്രേക്ക് ഔട്ടിന് ശേഷം ബൈ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായി കമ്മ്യൂണിറ്റിയിൽ. സോ അതിനുശേഷമുള്ള ബൈക്ക് ശേഷം മാർക്കറ്റ് നല്ല രീതിയിൽ പമ്പ് ചെയ്ത് റീച്ച് ചെയ്തിട്ടുണ്ട്. കറൻ്റ്ലി മാർക്കറ്റ് ഇപ്പോൾ ഒരു സെല്ലിംഗ് പ്രഷർ ഇനിഷ്യേറ്റ് ചെയ്യണ പോലെ രീതിക്ക് ഒരു കാണിച്ചെങ്കിലും മാർക്കറ്റ് വോളിയം സ്റ്റില്ലിൻ ബൈയും പ്രഷറാണ്. സോ ഓബിയസ്ലി നമുക്ക് എന്ത് ചെയ്യുക, 2790 എന്ന് പറയുന്ന മാർക്കറ്റിൻ്റെ ഹയസ്റ്റ് പോയിന്റ്, അതായത് ലാസ്റ്റ് ഹൈ മാർക്കറ്റ് അഗെയിൻ മീറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് നമുക്ക് കൺസിഡർ ചെയ്യാനുണ്ട്. സോ ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് നമ്മൾ ബൈ ക്രിയേറ്റ് ചെയ്തപ്പോൾ നമ്മളെടുത്തൊരു സ്റ്റോപ്പ് ലോസ് എന്ന് പറയാനായിട്ട് ഈ ഒരു സോണിന് താഴെയായിരുന്നു. ഇവിടെയല്ല, നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിലായിരുന്നു നമ്മുടെ മാനിപ്പുലേഷൻ. നമ്മൾ എന്ത് ചെയ്തു, ഈ പർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് ബൈ ഇട്ടു. ഇതിന് താഴെ സ്റ്റോപ്പ് ലോസും കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കി നോക്കാം എന്താണ് കഥ അവിടെ നടന്നതെന്ന്. ഈ ഒരു കണ്ടീഷൻ എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ മീറ്റ് ചെയ്ത് എടുക്കാൻ പോയതിന് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും നമ്മുടെ ടാർഗറ്റ് അത്യാവശ്യം നല്ല രീതിക്ക് ഉണ്ട് കേട്ടോ. ഒരു 2900 ഒക്കെ പിടിച്ച് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ കറൻ്റ് 2790 നമുക്ക് എന്ത് ചെയ്യുക, പാർഷ്യൽ ക്ലോസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മാർക്കറ്റ് നല്ലൊരു കണ്ടീഷൻ കിട്ടിയിട്ട് അഗെയിൻ ബൈക്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. കാരണം ഒരു ആസ് എ സ്വിംഗ് പൊസിഷൻ നമുക്കിതൊരു ലോങ് തന്നെയാണ് കാണുന്നത്. പക്ഷേ എന്നാൽ പോലും നമ്മൾ എന്ത് ചെയ്യുക, ആസ് എ ഡേ ട്രേഡിംഗ് സെറ്റപ്പിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2790 എക്സിറ്റ് ചെയ്തിട്ട് വീണ്ടും ട്രേഡ് നോക്കാം. കാരണം പോസിബിലിറ്റീസ് ഉണ്ട് താഴെ. അപ്പോൾ പിന്നെ നമുക്കത് നോക്കണതിന് പ്രശ്നമൊന്നുമില്ല. ഈ ഒരു ബ്രേക്ക് ഔട്ടിന് ശേഷം, അതായത് മാർക്കറ്റ് എന്ത് ചെയ്ത് ഈ ഒരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഹൈസിനെ ബ്രേക്ക് ചെയ്തതിന് ശേഷം അത് പ്രോപ്പർലി നമുക്കൊരു അറിയാം, ഒരു റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് സപ്പോർട്ടിംഗ് ആയിട്ട് വർക്ക് ചെയ്യും. ആ ഒരു ടെക്നിക്കൽ സെഗ്മെൻറ്റ്സിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഔട്ടിന് ശേഷം ഈ ഒരു റീടെസ്റ്റ് എടുക്കുകയും റീടെസ്റ്റ് എടുത്തിട്ട് ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ടായി. സോ ഫിബ് ലെവൽ വെച്ചിട്ട് സ്വാഭാവികമായിട്ട് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ഏരിയ താഴെയായിരുന്നു മാർക്കറ്റ് മീറ്റ് ചെയ്യുന്നു വിചാരിച്ചു. പക്ഷേ ജസ്റ്റ് മുകളിൽ ടാപ്പ് ചെയ്തിട്ട് പോവുകയാണ്. കാരണം എന്ന് വെച്ചാൽ അവിടെ ഡെയിലി സെറ്റപ്പ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന പ്രീവിയസ് ഡേ ലോ, അതായത് മിനിങ്ങാന്നത്തെ, അതായത് 2 days മുന്നേ ഉള്ള ലോ ക്യാൻഡിൽ അത് കണ്ടോ. മിനിങ്ങാന്നത്തെ ലോയിനെ മാർക്കറ്റിൽ നിന്ന് ടാപ്പ് ചെയ്ത്, അതായത് മാനിപ്പുലേറ്റ് ചെയ്ത് ടാപ്പ് ചെയ്തിട്ട് ഇവിടുത്തെ ഇംബാലൻസ് ഫില്ലപ്പ് ചെയ്തിട്ട് ദെൻ ഈ ഒരു സപ്പോർട്ടിങ് റേഞ്ചിന് കീപ്പ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ് പമ്പ് ചെയ്ത്. സോ നമുക്ക് എന്ത് ചെയ്തു, ഈ മാർക്കറ്റ് ഇവിടെ വന്ന് ടാപ്പ് ചെയ്തു, അഗെയിൻ പുഷ് ചെയ്ത് നല്ലൊരു ബൈ വോളിയം ക്രിയേറ്റ് ചെയ്തില്ല 1 hourൽ. ആ ഒരു ബൈ വോളിയം ക്രിയേറ്റ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഷുവറായിരുന്നു മാർക്കറ്റ് ഇവിടെ നിന്ന് പമ്പ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ബൈ നമ്മുടെ കമ്മ്യൂണിറ്റി ഷെയർ ചെയ്തിട്ടുണ്ടായി. ഫസ്റ്റ് ബൈ ഏരിയ ആയിട്ട് ഇതിനെ കൺസിഡർ ചെയ്തിട്ട് ഇതിന് താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഫസ്റ്റ് ബൈ, ദെൻ സെക്കൻഡ് ബൈ എന്ന് പറഞ്ഞ് ബ്രേക്ക് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാൻ പറഞ്ഞിട്ട് 2756 ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബൈ ചെയ്യാൻ പറഞ്ഞിട്ട് എഗെയിൻ നമുക്ക് 2756 ബ്രേക്ക് ചെയ്തു, മാർക്കറ്റ് കൺസോൾട്ടേറ്റ് ചെയ്തു, എഗെയിൻ വീണ്ടും ബൈയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായി. നമ്മൾ ടാർഗറ്റ് ഇവിടം വരെ ഓടിയിട്ടുണ്ട്. ഐ മീൻ ഫുൾ ടാർഗറ്റ് മീറ്റ് ചെയ്തിട്ടില്ല. ഫുൾ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 2790 ആയിരുന്നു നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. സോ ഇതെന്ത് ചെയ്യുക, ഇന്ന് നാളെ ആയിട്ടൊക്കെ അടുത്ത ദിവസങ്ങളിൽ ഇത് മാർക്കറ്റ് ഈ ഒരു ഏരിയ മീറ്റ് ചെയ്യുന്നുള്ള എക്സ്പെക്റ്റേഷൻ തന്നെയാണ് നമ്മുടെ പശുവും ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇൻ കേസ് നല്ലൊരു വോളിയം ഓഫ് പമ്പിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതായത് 2790 ബ്രേക്ക് ചെയ്യണം. ഇഫ് ഇൻ കേസ് എനിക്ക് ക്യാൻഡിൽസിൻ്റെ പ്രഷർ കൊണ്ട് 2790 ബ്രേക്ക് ചെയ്യണമെങ്കിൽ സ്റ്റിൽ നമ്മൾ ചില പൊസിഷൻസ്, അതായത് ഇവിടെ നിർത്താണ് ചില പൊസിഷൻസ് നമ്മൾ ഹോൾഡ് ചെയ്യും. ആസ് എ ലോങ് പൊസിഷൻ ഹോൾഡിംഗ് എന്നുള്ള രീതിയിൽ ഹോൾഡ് ചെയ്യും. കാരണം അതിൻ്റെ ടെക്നിക്കൽസ് ഞാൻ ലോങ് ടൈമിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായി, കഴിഞ്ഞ വീഡിയോസിലും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഈ ഒരു സപ്പോർട്ട് പിടിച്ചിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത് കറൻ്റ്ലി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പാരലായിട്ട് ഇതിൻ്റെ റെസിസ്റ്റൻസ് പാർട്ട് എന്ന് പറയുന്നത് മേലേക്ക് തന്നെയായിരിക്കും. നമുക്ക് ഇങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ
നമുക്ക് എന്ത് ചെയ്യും കിട്ടുന്ന ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു ലിക്വിഡിറ്റി പോയിന്റ് അല്ലെങ്കിൽ ഈ ഒരു ഇക്വിലിബ്രിയം പോയിന്റ് റിജക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ചെറിയൊരു റിജക്ഷൻ ഉണ്ടാവുള്ളൂ. അത് ടാപ്പ് ചെയ്തിട്ട് അഗെയിൻ വീണ്ടും പമ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആസ് എ ലോങ് റണ്ണിലേക്ക്, അതായത് 2790 എന്ന് പറയുന്ന പർട്ടിക്കുലർ ഏരിയ ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഒരു ലോങ് റണ്ണിലോട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു 2750 അല്ലെങ്കിൽ ഒരു 3000 ഒക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗോൾഡിൻ്റെ ഹ്യൂജ് ആയിട്ടുള്ള വോളിയത്തിൽ പമ്പ് ചെയ്ത് പോകാനുള്ള പോസിബിലിറ്റീസ് ടെക്നിക്കലി നമുക്ക് പോസിബിളാണ്. അതേപോലെ തന്നെ ഗോൾഡിൻ്റെ സെറ്റപ്പ് വെച്ച് നോക്കുകയാണെന്ന് US ഡോളറിൻ്റെ കണ്ടീഷൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ US ഡോളറും മാർക്കറ്റിൽ വീക്കാണ്. സോ ഒബിയസ്ലി ഈ ഒരു പോസിബിലിറ്റി നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഹൈ 2790 എന്ന് പറയുന്ന പർട്ടിക്കുലർ ഏരിയയാണ്. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്കൊരു 2950 അല്ലെങ്കിൽ 3000 വരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്റ്റ് ചെയ്യാം. സോ ഇതാണ് മാർക്കറ്റിലെ കമ്മിങ് വീക്കിലേക്കുള്ളതും അതേപോലെ കഴിഞ്ഞ ദിവസത്തെ പ്രീ മാർക്കറ്റ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. എന്തുകൊണ്ട് 2790 വന്നില്ല, മാർക്കറ്റ് വന്നില്ല എന്നുള്ള റീസൺ ഇതാണ്. എന്ത് ചെയ്തു, സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്നുള്ള കണ്ടീഷൻ പ്രകാരം ഈ റെസിസ്റ്റൻസ് എന്തായിട്ട് സപ്പോർട്ടായിട്ട് മാറി. അതേ സെയിം സമയം ആ സപ്പോർട്ടിങ് ഏരിയയിൽ നമുക്ക് എന്ത് ചെയ്ത് പ്രീവിയസ് ഡേ ലോ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് ബൈയും പ്രഷർ ഇനീഷ്യേറ്റ് ചെയ്യുകയും ചെയ്ത്. ഈ ഒരു റീസൺ കൊണ്ടാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത 2730 മാർക്കറ്റ് റീച്ച് ചെയ്യാതെ പമ്പ് ചെയ്യാനുള്ള റീസണായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുക. സോ ആസ് പെർ ദീസ് കണ്ടീഷൻസ് മാർക്കറ്റ് സ്റ്റിൽ ഇൻ എ ബൈ പ്രഷർ. സോ വീണ്ടും ഒരു പ്രീ മാർക്കറ്റ് ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ് വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. സി യു, ബൈ.